ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഉഗാണ്ടയിലുള്ള ഒരു റിസോർട്ടിലേക്കാണേ. ഞങ്ങളവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെന്നപ്പോൾ കുട്ടികളുടെ പ്ലേ ഏരിയ കണ്ടേ. മോൻ ഉടനെ തന്നെ അവിടെ കയറണമെന്നും പറഞ്ഞു. കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കളിക്കാൻ. ഈവനിങ് ടൈം ആയിരുന്നു. അവനും കളിക്കാൻ കയറി. അപ്പം പേരൻസ് ആരെങ്കിലും ചെന്നെങ്കിലേ അവർ ടാഗ് കൊടുക്കത്തുള്ളൂ. ഞാൻ അടുത്ത് ചെന്ന് കയറ്റി വിട്ടു. അവനവിടെ കിടന്ന് അവൻ്റെ ഇഷ്ടത്തിന് കളിക്കുകയും ചാടുകയും ഒക്കെ ചെയ്ത് അവിടുത്തെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പരിചയമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് മിങ്കിളാവുന്നതുകൊണ്ട് അവരുടെ കൂടെ കൂടി കളിക്കുകയൊക്കെ ചെയ്ത് ആ സമയത്ത് ഞങ്ങൾ പതിയെ അവിടെയെല്ലാം നോക്കാൻ തുടങ്ങി. ചെറിയൊരു ലേക്കുണ്ട്, അതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈവനിങ് സമയം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം അവിടെ. അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയകളൊക്കെയാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഞങ്ങൾ പതിയെ ആ റിസോർട്ടിന് ചുറ്റും ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയ സമയത്താണ്. നല്ലൊരു ആംബിയൻസാണ്. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ അവിടെ കളിക്കാനുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു 10 o'clock വരെയൊക്കെ അവിടെ സമയം ചിലവഴിക്കാൻ പറ്റും. ഉഗാണ്ടയിലുള്ള ആളുകൾക്ക് ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് അറിയത്തില്ല എങ്കിൽ ഇവിടെ പോകുന്നത് നല്ലതായിരിക്കും. ഹബീബി എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഞങ്ങളവിടെ ഇങ്ങനെ നടന്ന് മൊത്തം കാണുകയായിരുന്നു. മോനവിടെ സൈക്കിളൊക്കെ ചവിട്ടി അതുവഴി നടക്കും. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ സൈക്കിൾ കൊണ്ടുപോയായിരുന്നു. അതുകൂടാതെ കുട്ടികൾക്കുള്ള സൈക്കിള്, ബൈക്കൊക്കെ അവിടെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇവിടുത്തെ താറാവാണേ, ആഫ്രിക്കയിലെ താറാവാണ്. വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ കഴിഞ്ഞു. അവിടുത്തെ സെക്യൂരിറ്റികളാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി. ഞാനൊരു ഐസ്ക്രീം പറഞ്ഞപ്പോഴത്തേക്ക് അവർ 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീമുമായിട്ട് വരികയാണ്. പിന്നെ ഇത് അവിടുത്തെ ഫ്രൂട്ട് ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകൾ, പിന്നെ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ്, ഐസ്ക്രീമുകൾ, അങ്ങനെ കുറേ വിഭവങ്ങൾ ഇവിടെ കിട്ടും. ഞങ്ങളും ഐസ്ക്രീമൊക്കെ വാങ്ങിയായിരുന്നു. മോനൊരു ഐസ്ക്രീം വാങ്ങി, ബ്ലൂബെറി വാനില ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിച്ചു. അവിടുത്തെ ഒരു വലിയൊരു ഏരിയ ആണിത്. നമുക്ക് പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റും റെൻറ്റിന്. രാത്രിയായി. ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്ലേ ഏരിയ ഉണ്ട്. ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ആഫ്രിക്കയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. രാത്രിയായ ശേഷം ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളൊരു പൊട്ടറ്റോ ചിപ്സ് ഓർഡർ ചെയ്തേ. അതാണ് ഈ കാണുന്നത്, കുറച്ച് സ്പൈസസ് ഒക്കെ ആയിട്ടുള്ളത്. ആഫ്രിക്കൻ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.